തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിക്കായിട്ടുള്ള വ്യാപക തെരച്ചിൽ നടക്കുകയാണ്. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടി ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ യാത്ര ചെയ്തതായാണ് വിവരം ലഭിച്ചത്. അതേസമയം നിർണായക വിവരം നൽകിയത് പാറശാല സ്വദേശി. കുട്ടിയെ കണ്ടെന്ന് യാത്രക്കാരി അറിയിച്ചു. കുട്ടി കന്യാകുമാരിക്ക് മുമ്പ് ഇറങ്ങാനാണ് സാധ്യത. ഒരു ടീം കന്യാകുമാരിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അസം സ്വദേശിയായ തസ്മി തംസം എന്ന പെൺകുട്ടിയാണ് ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി കാണാതായത്. വിവരങ്ങളുമായി പ്രശാന്ത് ഉണ്ട്, ടിൻറ്റു ഉണ്ട്. നമ്മുടെ റിപ്പോർട്ടർമാർ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ സ്ഥലങ്ങൾ, വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരിക്കൽ കൂടി വന്നാൽ ഇന്നലെ രാവിലെ 11-ന് ഇന്നലെ ആദ്യം വന്ന വാർത്ത, രാത്രിയോടുകൂടിയാണ് ഈ വാർത്ത പൊട്ടിപ്പുറപ്പെടുന്നത്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് തസ്മി തംസം അമ്മയോട് വഴക്കിട്ട് കഴക്കൂട്ടത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന വിവരം ഉള്ളത്. അതേസമയം ഈ കണിയാപുരം ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള വിവരം പോലീസിൽ രക്ഷിതാക്കൾ അറിയിക്കുന്നത് 4 മണിയോടെയാണെന്ന് തോന്നുന്നു. അതിനുശേഷം എവിടെയോ ലഭിച്ച ഒരു സൂചന അനുസരിച്ച് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും നടത്തിയ അന്വേഷണം ആകെ വഴിതെറ്റി എന്ന് വേണം അനുമാനിക്കാൻ. കാര്യം നേരെ വടക്കോട്ടേക്ക് അന്വേഷണം പോയി. കുട്ടി ബാംഗ്ലൂർ തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള ആരോൺ എക്സ്പ്രസിൽ ഉണ്ട് എന്നുള്ള വിവരം ലഭിച്ചു. തൃശ്ശൂരിൽ നിന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കയറുന്നു. അപ്പോൾ പാലക്കാടിനകം കുട്ടിയെ കണ്ടെത്തി പാലക്കാട് സ്റ്റേഷനിൽ വച്ച് കുട്ടിയെ ഇറക്കാം എന്നുള്ള സൂചന നൽകിയിരുന്നു. എന്നാൽ ഈ അന്വേഷണം കോയമ്പത്തൂർ വരെ എത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. അതിനുശേഷമാണ് കുട്ടി വടക്കോട്ടേക്കല്ല തെക്കോട്ടേക്കാണ് യാത്ര പുറപ്പെട്ടതെന്നും ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് കയറിയതെന്നുള്ള വിവരം ലഭിച്ചു. ഈ ബബിത എന്ന ആ യാത്രക്കാരി ചെയ്ത സേവനമാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഒരുപക്ഷെ ഒരു സംശയം തോന്നുകയും കുട്ടിയുടെ ചിത്രം എടുക്കാൻ യാത്രക്കാരെ പ്രേരിപ്പിച്ചതും അത് നിർണായക ഘടകമായി ഈ ഒരു കേസിൽ നിന്ന് എടുത്തു പറയാതെ വയ്യ. അത് തന്നെയാണ് പോലീസിനെ നേർ ദിശയിലേക്ക് ഇപ്പോൾ നയിക്കുന്നതും. ഈ അല്പം മുമ്പ് നമ്മളോട് അവർ സംസാരിച്ചിരുന്നു, ബബിത സംസാരിച്ചിരുന്നു. അവർ ഈ ഇരിപ്പും ഭാവവും മട്ടും ഒക്കെ കണ്ടിട്ട് ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്ന പോലെ തോന്നുകയും അത് ഒറ്റയ്ക്കൊരു പെൺകുട്ടിയെ കണ്ട ചിത്രമെടുക്കുകയും ചെയ്ത ഒരു കരുതൽ എന്ന് തന്നെ പറയാം. ഇപ്പൊ ഏറ്റവും നിർണായകമായത് ആ ഒരു ചിത്രമാണ്. കുട്ടി എങ്ങോട്ടേക്കാണ് പോയതെന്നുള്ളത്. എന്തായാലും കുട്ടി കരഞ്ഞിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ചിത്രം എടുത്തത്. പക്ഷെ ബോൾഡായും കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ വേഷം അത് പൊടുന്നനെ എവിടേക്കോ പോകാൻ ഇട്ടിരുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് ഈ ചിത്രം എടുക്കാൻ ബബിതയെ പ്രേരിപ്പിച്ചത്. എന്തായാലും ബബിത നമ്മളോട് പ്രതികരിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്പസമയം മുമ്പ് അവർ പറഞ്ഞത് ഇപ്രകാരമാണ്. പക്ഷേ ഈ ഒരു ചിത്രം അത് എങ്ങനെയാണ് അന്വേഷണത്തിന് നിർണായക വഴിത്തിരിവായത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കന്യാകുമാരിക്ക് മുൻപായി പാറശാലയ്ക്ക് ശേഷം പാറശാല വരെ ഈ കുട്ടി ട്രെയിനിലുണ്ട് എന്നത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതിനുശേഷം കന്യാകുമാരിക്ക് മുൻപായി ഈ കുട്ടി എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം കുറച്ച് സമയം കൂടി നീളും. കാരണം ഇതിന് മുൻപായി കന്യാകുമാരിക്ക് മുൻപായി 3 സ്റ്റോപ്പുകളുണ്ട്. അവിടെ എല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. ഈ വഴികളിലൊക്കെ CCTV ഉണ്ടാകാനുള്ള ഒരു സാധ്യത വിരളമാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഇനി ഏത് രീതിയിൽ കടക്കും എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഇപ്പോഴും നമ്മളോടൊപ്പം ചേരുന്നത്. പ്രശാന്തിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. പ്രശാന്ത്, എന്തായാലും കന്യാകുമാരിയിലേക്ക് പോലീസ് സംഘം തിരിച്ചിട്ടുണ്ട്. കന്യാകുമാരി പോലീസിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവരും തെരച്ചിൽ തുടരുകയാണല്ലേ? അത് തീർച്ചയായും കന്യാകുമാരിയിലേക്ക് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിലും അന്വേഷണം തുടരുകയാണ്. പോലീസിന്റെ ഒരു സംഘം ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഏറ്റവും പുതുതായി ലഭിച്ച വിവരം എന്ന് പറഞ്ഞാൽ ചിത്രം അടക്കമുള്ള വിവരമായിരുന്നു. ആ ചിത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന് തന്നെ കന്യാകുമാരിയിലേക്കാണ് യാത്ര ചെയ്യുന്ന ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുട്ടി കന്യാകുമാരിയിലേക്ക് കയറിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തായാലും അന്വേഷണം അങ്ങനെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല എത്തപ്പെടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എവിടേക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിനുള്ള മറ്റ് സ്റ്റേഷനുകൾ എവിടെയൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിനിടയിലുള്ള മറ്റ് സ്റ്റേഷനുകൾ എവിടെയൊക്കെയാണ്, ആ മറ്റ് സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും ട്രെയിൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇറങ്ങാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യമായ രീതിയിലുള്ള ഒരു വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. മാത്രമല്ല തമിഴ്നാടിന്റെ അടക്കമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം കുട്ടിയുടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു
ഒരു വ്യാപകമായൊരു തെരച്ചിൽ പോലീസ് നടത്തുന്നത്, അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള അന്വേഷണവും നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു നിലയിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കന്യാകുമാരിയിലേക്കുള്ള യാത്രാമധ്യയുള്ള സ്ഥലങ്ങൾ, വിവിധ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ആ ഭാഗത്തെല്ലാം അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല വേറെ എവിടെയെങ്കിലും നിർത്തിയിടാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ഇറങ്ങാൻ സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എവിടെയെങ്കിലും പോകാൻ സാധ്യതയുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങളും എന്തായാലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയതായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഈ ചിത്രം തന്നെയാണ്. ചിത്രം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കന്യാകുമാരിയിൽ എത്തപ്പെട്ടാൽ കന്യാകുമാരിയിൽ എവിടേക്കൊക്കെ പോകാം എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് മനസ്സിലാക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശദമായ രീതിയിലേക്ക് അന്വേഷണത്തിലേക്ക് നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്തെ തൻവീര വീട്ടിലാണ്. വീട്ടിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. വീട്ടിൽ അച്ഛൻ വീട്ടിന് അകത്ത് നിൽപ്പുണ്ട്. അവിടെ ഇങ്ങനെ നിൽക്കുന്ന അകത്താണ് ഇപ്പോൾ ഉള്ളത്. കുട്ടിയെക്കുറിച്ചുള്ളൊരു ആശങ്കയുമൊക്കെ പങ്കുവയ്ക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും പോലീസിന്റെ കാര്യത്തിൽ പോലീസ് വളരെ വിദഗ്ധമായൊരു അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു രീതിയിലേക്ക് ഉള്ളൊരു അന്വേഷണം ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ച് നടത്തുകയാണ്. ഏറ്റവും ഈ കന്യാകുമാരിയിലാണ് ഈ കുട്ടി ഉണ്ടെന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കന്യാകുമാരി കേന്ദ്രീകരിച്ച് നടത്തുന്നത്. നേരത്തെ ഒരു വൈകുന്നേരത്തോടുകൂടി കുട്ടിയെ കണ്ടെത്തിയതൊരു വിവരം ലഭിച്ചിരുന്നു. ആ കണ്ടെത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സന്ദേശങ്ങൾ പ്രചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അത് വാർത്ത തെറ്റാണെന്ന് അറിയുന്ന സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് പിന്നീട് ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് അന്വേഷണം നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പൂർണ്ണമായും നീങ്ങുന്നത്. ആ കന്യാകുമാരി കേന്ദ്രീകരിച്ച് എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്, കുട്ടി ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളുമുണ്ട്. ഇനി ട്രെയിനിൽ നിന്ന് ഇറങ്ങി മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യമുണ്ട്. ഇനി അതുപോലെ തന്നെ കന്യാകുമാരിയിൽ ഇറങ്ങിയാൽ എവിടേക്കാണ് പോകാൻ സാധ്യതയുള്ളത് എന്നടക്കമുണ്ട്. ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന കാര്യമെന്ന് പറയുന്നത് ഭാഷയാണ്. ഈ അസമി ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും കുട്ടിക്ക് വശമില്ല എന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു, മാതാപിതാക്കൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മാത്രമായി, ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സഹപാഠികളുമായിട്ടുള്ളൊരു സമ്പർക്കമോ അല്ലെങ്കിൽ കൂട്ടുകെട്ടോ ഒന്നും കുട്ടിക്ക് ഇല്ലായിരുന്നു. ഇതും അത്തരമൊരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നതിനുമെല്ലാം പോലീസിന് വെല്ലുവിളി ഉയർത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഭാഷ മാത്രം, അതായത് അസമി ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും കുട്ടിക്ക് അറിയില്ല എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയാൽ കന്യാകുമാരിയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കാം എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ആശങ്കയും പോലീസിനും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തുടക്ക ഘട്ടത്തിലൊരു ഇഴഞ്ഞു നീങ്ങിയായിരുന്നെങ്കിൽ പിന്നീട് പോലീസും മറ്റ് ജില്ലകളിലടക്കം ഈ കുട്ടിയുടെ ഫോട്ടോ ചിത്രങ്ങളടക്കം പ്രചരിച്ചുകൊണ്ടൊരു അന്വേഷണം പാസ് ചെയ്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വിവരങ്ങൾ പാസ് ചെയ്യും. അന്വേഷണം നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി. വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം ഒരു തെരച്ചിൽ പോലീസും നടത്തിയിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പാറശാല സ്വദേശിയുടെ ചിത്രം പോലീസിന് ലഭിക്കുന്നത്. ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നൊരു ചിത്രം പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആണ് പോലീസ് പിന്നീട് കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ചൊരു അന്വേഷണം പോലീസ് നടത്തി വരുന്നത്. എന്തായാലും ജില്ലകളിൽ പല സ്ഥലങ്ങളിലായി ഇപ്പോൾ, അതായത് കന്യാകുമാരിയിലേക്കുള്ള വഴികളിൽ നാഗർകോവിലായാലും ശരി, കുരുത്തറയായാലും ശരി, ഈ ഭാഗങ്ങളിലെല്ലാം ഇറങ്ങാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ട്രെയിനിന്റെ സ്റ്റോപ്പ് എവിടേക്കാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ചിന്തിച്ചുകൊണ്ട് എന്തായാലും പോലീസ് ആ ഒരു രീതിയിലേക്ക് കടക്കും, ആ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തസ്ബീഖിന്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും ഈ മാതാപിതാക്കളും ഇവിടെ ഉണ്ട്. सुबह कौन सा है फोटो मिस इधर से घूमो कल को 10:30 बजे गुम हुआ हमारा। आपका पहला बच्ची है क्या? कितना 3 बच्चा है ना? 4 बच्चा है। बड़ा बेटा चेन्नई में है, बाद में एक बच्चा है, एक बच्चा चला गया। बाद में क्या कैसा गया? आपस में कुछ झगड़ा वगैरह हो गया था ना? ये लड़की का झगड़ा हुआ था। बाद में ये लड़के फोन करा था मोबाइल से माँ के पास, तो माँ बोल रहा, माँ दीदी मेरे को मर रहा है,
क्या करेगा, ऐसे ऐसे तेज रहता है। माँ खोंग उठ के आ गया, खोंग उठ के आगे इसको दूध चोर लगाया, इसको दूध चोर लगाया, बाद इसको साथ लोगे गया, इसको साथ लोगे गया, मोबाइल साथ लोगे गया, काम का साथ लोगे गया। 2 घंटा बाद 3 घंटा बाद आया, 1 बजे आया खाना खाने के लिए। इसको ये बोल रहा है दीदी किधर गया मालूम नहीं, दीदी किधर किधर भाग गया नहीं, किधर गुम हो गया। तो किधर जाएगा, इधर नहीं पहचान नहीं कि किसका घर जाएगा, कौन जगह देगा। ढूंढा नहीं मिलता है। एक खानी नहीं, मेरा पेट में खाना नहीं है, खिदा लगा है, खाना खाएगा तो ड्यूटी में जाएगा। उस समय आप यही पे था? ये सब ड्यूटी में था, ये समय गया था। आप है क्या? नहीं आप कहाँ थे? ड्यूटी में था। काम करते हो? ए स्कूल में करता हूँ, स्कूल में काम करते हो क्या? आप कौन सा वाला काम? ए सफाई सुबह काम करता हूँ, सफा काम करता हूँ, साकरी में पानी देता हूँ, ऐसा काम करता हूँ। जाने से पहले आपको आपके साथ कुछ बोला है क्या? नहीं कुछ बोला नहीं। बोलने से तो मालूम होता है ना, कुछ बोला नहीं। मैं तो वो भी मारा, वो भी थप्पड़ मारा, मार के बाद वो मेरा साथ ले गया। वो तो बेची बदमाश है ना, वो बदमाशी नहीं करता है, कभी कभी करता है, लेकिन वो भी ज्यादा बदमाश है। वो मेरा साथ ले गया और वो दोनों बच्चा रूम में था, तो मुझे मालूम नहीं है, तो रूम में तो बाहर जाएगा। आप उनको तन्वी को मारा है क्या? आप बच्ची को मारा है क्या? दोनों बच्ची को मारा, वो पहला वाली को मारा? वो मारा, दोनों को मारा, हाथ से मारा। क्या बोल के मारा? और मैं झगड़ा क्यों करो, मार क्यों करो, मैं तो काम पे, तुम डेली मार करो और काम में फोन करके डिस्टर्ब दो, मालिक गुस्सा हो जाएगा, खराब पाएगा, बुरा मानेगा। फोन में बात करने से तो जो आदमी बुरा मानेगा ना, काम पर फोन करने के। वो समझाया और 2 थप्पड़ मारा और मैं बदमाश बच्चा ले क्या, तुम दोनों रूम में हो, ये बोल के मैं गया और बिना बोल के चले गई। उसके बाद बिना बोल के चले गया। कब पता चला आपको बच्ची मिस हो गया? 1 घंटा 1 बजे खाना खाने के लिए आया और वो बोल रहा है दीदी किधर गया मुझे मालूम नहीं है, बहुत टाइम हो गया, दीदी घर में नहीं है। वो तो ढूंढ रहा हूँ, अभी तो ढूंढ रहा हूँ नहीं। ये झगड़ा वगैरह कितने टाइम में हुआ? 9 बजे उसके बाद मैं इधर आया काम पर। आप काम करते हो? स्कूल में दोनों एक साथ काम करता हूँ, साथी काम। പ്രദീപ്, അനു, ഇവർ രണ്ടുപേരും സമീപ പ്രദേശത്തുള്ള സ്കൂളിലാണ് ജോലി നോക്കുന്നത്. ഈ 4 മക്കളാണ്. ആദ്യത്തത് ആൺകുട്ടിയാണ്, അതുപോലെ തന്നെ മറ്റ് 3 പേർ പെൺകുട്ടിയാണ്. അതിൽ രണ്ടാമത്തെ കുട്ടിയാണ് ഈ കാണാതായ തൻവി എന്ന് പറയുന്ന കുട്ടി. ഇവർ തമ്മിൽ ഒരു കുട്ടികൾ തമ്മിലൊരു വഴക്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ 4 കുട്ടികൾ തമ്മിൽ മൂത്ത കുട്ടിയും അതുപോലെ തന്നെ ഇളയ 2 കുട്ടികളുമായി തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇളയ കുട്ടിയെ മർദ്ദിക്കുകയോ അടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് തുടർന്നാണ് ഈ അമ്മ വഴക്ക് പറയാൻ ചെറുതായൊന്ന് തല്ലിയെന്നും ഇപ്പോൾ നമ്മളോടൊപ്പം പറയുന്നുണ്ട്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പിണങ്ങി പോകുന്നത്. ഏകദേശം 9 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് പിണങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് കുട്ടിയെ കാണുന്നില്ല. 1 മണിക്ക് ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോഴാണ് കുട്ടിയെ കാണുന്നില്ല എന്ന കാര്യം പറയുന്നത്. ഇളയ കുട്ടി ചോദിച്ചു ചേച്ചി എവിടെയെന്ന് ചോദിക്കുന്നു എന്നും പറയുന്നു. അങ്ങനെയാണ് പിന്നീടൊരു കാണാനില്ല അല്ലെങ്കിൽ മിസ്സായി എന്നൊരു വിവരം വീട്ടുകാരും അമ്മയും അറിയുന്നത്. അതിനുശേഷമാണ് പിന്നീട് പരാതിയുമായി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിൽ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് ഇരുവരും, ഈ മാതാപിതാക്കൾ ഇരുവരും ജോലി ചെയ്യുന്നത്. ഇതിനിടയിൽ ഈ കുട്ടികൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് തല്ലുകൂടാറുണ്ടെന്നും ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അതിൻ്റെ തുടർന്നാണ് ഇത്തരത്തിലൊരു മാതാവ് വഴക്ക് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ഇളയ കുട്ടികളെ തല്ലുന്ന അത് കണ്ടുകൊണ്ട് താൻ വഴക്ക് പറഞ്ഞു. ആ വഴക്ക് പറഞ്ഞതിൽ പിണങ്ങിയാണ് ഈ കുട്ടി പോയതെന്നാണ് ഇപ്പോൾ മാതാവ് നമ്മളോടൊപ്പം പറയുന്നത്. എന്തായാലും ഇതാണ് കാര്യമുണ്ടായിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് പോയത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈകുന്നേരത്താണ് ഈ ട്രെയിനിൽ കുട്ടി കയറിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിനിടയിൽ ഉള്ള ഒരു സമയം എന്ന് പറയുന്നത്, അതായത് രാവിലെ 1
ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് കുട്ടി കാണാതായതെന്ന് പറയുന്നത്. എന്നാൽ ആ 1 മണിക്ക് കഴിഞ്ഞ ശേഷം ഒരു 4 മണിക്കിടയിലുള്ള ഒരു സമയമെന്ന് പറയുന്നത് ആ സമയത്തെല്ലാം തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഈ കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ കുട്ടി കയറുന്നത്. എന്തായാലും പോലീസ് ഈ വിവരങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടൊരു അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഡ്രസ്സിലാണ് ആദ്യം പോയതെന്ന് പറയുന്നു. പിന്നീട് ഇട്ടിരിക്കുന്ന വസ്ത്രമടക്കമുള്ള കാര്യങ്ങളിലൊരു ആശയക്കുഴപ്പമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഫോട്ടോ ട്രെയിനിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ലഭിക്കുന്നത്. ആ ചിത്രം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പോലീസും അതിന്റെ രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്.